നമസ്കാരം. ഞാനൊരു 1984 മുതൽ 87 വരെയുള്ള സമയത്ത് കേരളത്തിന് പുറത്താണ് പഠിച്ചത്. മൈസൂരിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മാസത്തിൽ ഒരു തവണ വീട്ടിലേക്ക് വരും. കാരണം വീട്ടിൽ നിന്ന് അധികം മാറിയുന്ന ഒരു സമയമാണ്. വളരെ ഒരു നൊസ്റ്റാൾജിക് വീടുമായിട്ടുള്ളൊരു ബന്ധം, നാടുമായിട്ടുള്ളൊരു ബന്ധം. അപ്പോൾ എൻ്റെ നാട്ടുകാർ ചിലപ്പോൾ തമാശയായിട്ട് പറയായിരുന്നു, ഈ മൈസൂർ ഇത്ര അടുത്ത ഒരു സ്ഥലമാണെന്ന് അറിയുന്ന ഞാനവിടെ പഠിക്കാൻ പോയി തുടങ്ങിയ ശേഷമാണെന്ന്. കാരണം അന്ന് അങ്ങനെ ആളുകൾ ഇതുപോലെ ഇന്നത്തെ പോലെ ഈ ഒരു വിനോദസഞ്ചാര ലക്ഷ്യങ്ങളൊക്കെ നിർത്തി യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തേക്ക് ഫ്രീക്വൻ്റായിട്ട് അങ്ങനെ പോവുകയോ ഒക്കെ അങ്ങനെ പതിവില്ല. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും നമ്മൾ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലൊക്കെ പോയി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ്, സ്വന്തം വണ്ടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ. അപ്പോൾ അന്ന് എൻ്റെ ഒരു ഹോബി, ഈ വണ്ടുന്ന വഴിക്ക് ചിലപ്പോൾ KSRTC ബസ് കേടാകും. അപ്പോൾ ബസ് കേടാകുകയാണെങ്കിൽ അവിടെ തന്നെ ഡ്രൈവറുടെയും കണ്ടക്ടറും കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ നിലമ്പൂർ റൂട്ടിലൊക്കെ അന്ന് 2 ബസ്സോ മറ്റേ ഒരു ദിവസമുള്ളൂ ഈ തൃശ്ശൂരേക്ക് എത്തുന്ന തരത്തിലൊക്കെയുള്ള. അപ്പോൾ ആ ബസ് കേടായി കഴിഞ്ഞാൽ അത് നന്നാക്കിയില്ല, പുറകെ വരുന്ന ഒരു ബസ്സിൽ ആളുകൾ എല്ലാം കൂടെ കയറിപ്പോവും. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്തുള്ള കാഴ്ച വെക്കണം. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഗൂഡല്ലൂർ വണ്ടി കേടായി കിടക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറും ഡ്രൈവറുടെയും കൂടെ ഞാനും വേറെ പണിയില്ലാത്ത 1-2 യാത്രക്കാരും തങ്ങി. എന്തായാലും ഇത് ശരിയായിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളതിൽ നമ്മളവിടെ ഇരിക്കും, വല്ല ബസ്സിൽ കിടന്നുറങ്ങും ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ചെന്ന സമയത്ത് ഗൂഡല്ലൂർ ഒരു ചായക്കട കണ്ടു. അപ്പോൾ ഇത് പട്ടയമുള്ളതാണോ അല്ല കുടിയേറ്റമാണെന്ന് പറഞ്ഞു. മലയാളികളാണ് അവിടെ കുടിയേറിയതാണ്. അപ്പോൾ ആ സമയത്ത് അവർ വീട് വെക്കാൻ ഈ കട വെക്കാൻ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വളരെ രസമായിട്ട് തോന്നി. നമ്മുടെ ഈ നിൽക്കുന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഈറയുണ്ട്. ആ ഈറ അത് ഈ ഒട്ടലാണ്, ഒരു തരം ഒട്ടലാണ്. നമ്മളുടെ ഈ ആറ്റുതീരത്തൊക്കെ മണ്ണിടിഞ്ഞ് പോകാതിരിക്കാനായിട്ട് വെക്കാൻ പറ്റുന്നൊരു ഒട്ടലാണ്. ഞാനിവിടെ ഇവിടെ ഒരു മതിൽ കെട്ടുന്നത് പോലെ ഈ ഒട്ടൽ ഒന്ന് വെച്ച് നോക്കിയിരിക്കുകയാണ്, അത് സംരക്ഷിക്കുമെന്ന് അറിയാനായിട്ട്. ഈ ഒട്ടൽ മുറിച്ചെടുത്തിട്ട് അത് ഒരേപോലെ നേരെ വളരുന്ന ഒട്ടലാണ്. വലിയ വണ്ണമില്ല, ഒരു ഓടക്കൊള്ളിൻ്റെ വണ്ണമാണ് പരമാവധി വരുന്നത്. അപ്പോൾ ഇത് വെട്ടിയെടുത്തിട്ട് അവർ നിരപ്പ് നാട്ടി വേലി കെട്ടും. വളരെ ചേർത്ത് നല്ല രസമായിട്ട് വേലി ഒരേപോലെ ഇരിക്കും. നമ്മളൊരു ചൂരൽ മെട എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് വരാന്തയിൽ കാറ്റടിക്കാതിരിക്കാനൊക്കെ ഇടുന്ന പോലത്തെ ഒരു സാധനം പോലെ ഒരു വേലി ഈ ഒട്ടൽ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ 2 സൈഡിലും മണ്ണ് കുഴച്ച് പൊതിയും. ഇതാണ് അവരുടെ ഭിത്തി. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് കമ്പിക്ക് പകരമാണ് അവർ ഈ ഒട്ടൽ വെക്കുന്നത്. മണ്ണൂടെ പൊതിച്ച് കഴിയുമ്പോൾ ഏകദേശം അതേ ടെക്നിക്കാണ്, കോൺക്രീറ്റിൻ്റെ അതേ ഒരു മട്ടാണ്. അകത്ത് ഇത് ബലത്തിന് നിൽക്കുന്നു, ഇത് പുറമേ നിൽക്കുന്നു. എന്നിട്ട് അത് വെച്ചാണ് അവർ, അതായത് പെട്ടെന്ന് കുടിയേറണമല്ലോ. ഇപ്പോൾ രാവിലെ ചെന്ന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീടാവണം, അല്ലെങ്കിൽ വല്ലവരും വന്ന് ഇറക്കി വിടും. ഇടയ്ക്ക് അവിടെ അന്ന് കുടിയിറക്കലും ഒക്കെ അന്ന് വലിയ ബഹളമാണ്. അതാണ് ഞാൻ കണ്ടുള്ള ഏറ്റവും ലളിതമായ വീട് നിർമ്മാണ ടെക്നിക്ക്. ഇതിനുശേഷം 87 കാര്യവട്ടത്ത് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥിയായിട്ട് വന്ന സമയത്ത് ശ്രീ ലാരി ബേക്കർ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അന്നത്തെ നമ്മുടെ പ്രശസ്തനായ ബേക്കർ സാഹിബ്, നമ്മുടെ വീട് വെക്കുന്നതിൽ, ചിലവ് കുറഞ്ഞ വീട് വെക്കുന്നതിൽ ഏറ്റവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ഹിമാലയൻ പ്രദേശങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ അദ്ദേഹം ബേസിക്കലി ഒരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹം 2ാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളത്തിനോടൊപ്പം ഇന്ത്യയിൽ വരികയും അതിനുശേഷം ഹിമാലയൻ പ്രദേശങ്ങളിൽ ആൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് അവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കേരളത്തിലേക്ക് മലയാളിയായ ഡോക്ടർ എലിസബത്തിനെ വിവാഹം കഴിച്ച് കേരളത്തിൽ വന്ന ആളാണ്. അപ്പോൾ അന്ന് അവിടെ ആളുകൾ മണ്ണ് കുഴയ്ക്കുന്നത് എന്തുകൊണ്ടാണ് കുഴയ്ക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ഈ പശ കിട്ടാൻ ഇതിനൊക്കെ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നെയാണ് അദ്ദേഹം അറിയുന്നത്. അവിടെ മൂത്രം ഒഴിച്ചിട്ട് ആളുകൾ അത് വെച്ചാണ് കുഴച്ച് ഈ മൺഭിത്തി ഉണ്ടാക്കാനായിട്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, അവിടുത്തെ മണ്ണിൽ മൂത്രം ചേരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് ഓരോ ടെക്നിക്കുകളുണ്ടായിരുന്നു. പരിസ്ഥിതി സൗഹൃദ വീടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന അത്തരം ടെക്നിക്കുകളാണ്. അതായത് മണ്ണുകൊണ്ട് വീട് വെക്കുക, മേൽക്കൂര ഓല കൊണ്ട് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ വീട് വെച്ചിട്ട് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് നേരിട്ടും മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചൊരു കാര്യം, ഇതെങ്ങനെയാണ് പരിസ്ഥിതി സൗഹൃദമാകുന്നത്, ഇതിനകത്ത് കോൺക്രീറ്റും സ്റ്റീലും ഫൈബറും സിമെൻറ്റും എല്ലാം ഉപയോഗിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. കാരണം എന്താണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളത് ആ വീഡിയോയിൽ അത്ര വ്യക്തമല്ല എന്ന് തോന്നിയതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. നമുക്ക് വീട് വെക്കുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം പലപ്പോഴും എടുക്കാൻ പറ്റില്ല. കാരണം വീടെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. 5 പേരോ 6 പേരോ 8 പേരോ 10 പേരോ ഒക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ സ്വപ്നങ്ങളും ആശയങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ആ പൊതുവെ എല്ലാവർക്കും താല്പര്യം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വീടിൻ്റെ ചിലവ് കുറയ്ക്കലോ അല്ലെങ്കിൽ വീടിൻ്റെ മോടി കുറയ്ക്കലോ ആർഭാടം കുറയ്ക്കലോ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ചില ആശയങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ വീട് വെക്കുമ്പോൾ സ്ഥലം മുഴുവനായിട്ട് വീട് വെക്കാതിരിക്കുക. കഴിയുന്നത്ര, ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഗാർഡനിങ്ങിനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെക്കാറുണ്ട്. ആ സ്ഥലം കഴിയുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിവെക്കുക. 2ാമത്തെ കാര്യം, നമുക്ക് ഈ ആർഭാടം കുറയ്ക്കാൻ വീട്ടുകാർ പൊതുവെ സന്നദ്ധരാണെങ്കിൽ ഒരുപാട് ചിലവ് അതിൽ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഒരു ഞെട്ടലോടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയ്ക്ക് ടൈല് മുറ്റത്ത് വിരിക്കാൻ ആളുകൾ റെഡിയാണ്. എന്നാൽ മിയാവാക്കി മാതൃക ചെയ്യാൻ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 400 രൂപയാകുമെന്ന്, അത്രേ ആകുമോ എന്ന് ചോദിക്കും. 20,000 രൂപ കൊടുത്ത് വലിയ പന വാങ്ങിച്ച് വീടിൻ്റെ മുറ്റത്ത് വെക്കാറുണ്ട്.
നമ്മുടെ ഈ മഞ്ഞമുള, അതായത് ഇവിടെ നിൽക്കുന്ന മഞ്ഞമുളയ്ക്ക് ഒരു മൂടിന് ഏതാണ്ട് 1500 രൂപയാണ് നഴ്സറികളിൽ ചാർജ് ചെയ്യുന്ന വില. അപ്പോൾ അതൊരു പ്രദേശത്ത് വെക്കണേ ഏതാണ്ട് 20,000-30,000 രൂപയാണ് ഒരു 10 അടിയോ 15 അടിയോ നീളത്തിൽ വെക്കാനായിട്ട്. അത്രയൊക്കെ പൈസ ചിലവാക്കാം. പക്ഷേ ഒരു സെൻറ്റിൽ അല്ലെങ്കിൽ ഒരു പഴത്തോട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിന് ഇത്രയും പൈസ വേണോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കോസ്റ്റ് കമ്പോണൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ കഴിയുന്നതും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വീടിൻ്റെ വലിപ്പം കുറയ്ക്കുക, അല്ലെങ്കിൽ പറ്റുന്നത്ര സ്ഥലം പ്രകൃതിക്ക് വേണ്ടി കുറച്ചെങ്കിലും സ്ഥലം മാറ്റി വെക്കുക. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടി സ്ഥലം മാറ്റി വെക്കുക എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ജീവികൾക്കൊക്കെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം വേണം. അതായത് കാടും പടലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഭാഗം വൃത്തിയാക്കി ഇട്ടോളൂ. പക്ഷേ ചെടിയുടെ ചുവടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഷഡ്പദങ്ങൾക്കും ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം, ചിത്രശലഭങ്ങൾക്കും മിന്നാമിനുങ്ങൾക്കും ഒക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടെ നമ്മൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ആസ്വാദ്യകരമായിട്ട് തോന്നും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സിമെൻറ്റും ഫൈബറും ഇതുമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ നിലൊരു വീട് ചെയ്യുമ്പോൾ അതിൽ ഫൈബർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു ഫൈബർ കോട്ടിങ് ആ വീടിന് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് കനത്തിലാണ് അത് വാർത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കേരളത്തിൽ വാർക്കുന്നത് 4 ഇഞ്ച് കനത്തിലാണ് ഈ കോൺക്രീറ്റ് വാർക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് കനത്തിലുള്ള ഒരു മേൽക്കൂര നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ 2 ഇഞ്ച് കനത്തിലുള്ള മേൽക്കൂര നൽകുകയില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് അങ്ങനെ വേറെ ഒന്നും വീട് വീണ് തകർന്നു പോവുക, ഇതൊക്കെ ഇപ്പോൾ ഇടിവെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് തടയാൻ ഒക്കില്ല. ചെറിയ സംഗതികളൊക്കെ തടയാൻ ഈ 2 ഇഞ്ച് മതി. അപ്പോൾ അതിനുണ്ടാകാവുന്നൊരു വെച്ചാൽ തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനൊരു വളഞ്ഞ ഷേപ്പ് കൊടുത്തത്. റായുടെ ആകൃതി കൊടുക്കുമ്പോൾ വെള്ളം അതിൻ്റെ മുകളിൽ കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത കുറവാണ്. പെയ്യുന്ന വെള്ളം അപ്പം തന്നെ കീഴോട്ട് വരും. ഇനി അത് പോരാതെ അവിടെ എങ്ങാനും തങ്ങി നിന്ന്, ഇപ്പോൾ നമ്മൾ ചെടി പടർത്തുമ്പോൾ ചെടിയുടെ വേരുകളൊക്കെ ആയിട്ട് വെള്ളം അവിടെ തങ്ങി നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഒഴിവാക്കാനാണ് ഈ ഫൈബർ കോട്ടിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈബർ കോട്ടിങ് ചെയ്യുന്നത് പ്രകൃതി വിരുദ്ധമാണെന്ന് വേണേൽ പറയാം. കാരണം പ്രകൃതി ഇല്ലാത്തൊരു സാധനമാണ്, വേണമെങ്കിൽ നല്ല അതെ. പക്ഷേ അത് ചെയ്യുന്ന വഴി നമുക്ക് അതിൻ്റെ കോൺക്രീറ്റും സിമെൻറ്റും കമ്പിയും പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ പല കാര്യങ്ങളിലും നമ്മൾ അത്തരം ഒരു ഓൾട്ടർനേറ്റീവ് സമീപനം, ഒരു ബദൽ സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ തറ നമുക്ക് എന്തെങ്കിലും കോൺക്രീറ്റ് ചെയ്യാതെ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മെറ്റീരിയൽ തറയിലിടാൻ പറ്റില്ല. പക്ഷേ കാണുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ഗ്രാനൈറ്റ് വാങ്ങിച്ച് തറയിലിടുകയും പിന്നെ ഒരു 10-60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കാലിന് വാദമാണ്, അല്ലെങ്കിൽ തണുപ്പടിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സോക്സ് ഇട്ട ആളുകൾ ഗ്രാനൈറ്റിലൂടെ നടക്കുകയും ചെയ്യുന്ന വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഗ്രാനൈറ്റിൽ തെന്നി വീഴുക, ഇപ്പോൾ ബാത്റൂമിലൊക്കെ തെന്നി വീഴുന്നതുമൊക്കെ നമ്മൾ ആൻറ്റി സ്കിഡ് ടൈൽസ് എന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും തെന്നലൊക്കെ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരളത്തിലെ മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ തറയോടാണെങ്കിൽ തറയോട് വെള്ളം ധാരാളമായിട്ട് അബ്സോർബ് ചെയ്യുന്നു. പക്ഷേ നല്ല തറയോട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തുടയ്ക്കുന്ന വീട്ടിലെ ജോലി തന്നെ ഒരുപാട് കുറവുണ്ട്. ഇപ്പോൾ ഒരു തറ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണക്കാനായിട്ട് ഫാൻ ഇടുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. തറയോട് 5 മിനിറ്റ് കൊണ്ട് ആ വെള്ളം വലിച്ചെടുക്കും. ഞാൻ തറയോടിനെ ശ്രദ്ധിക്കാൻ ഒരു കാരണം തന്നെ, എൻ്റെ വീട്ടിൽ തറയോട് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഈ പട്ടി കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൂട് അനുഭവപ്പെടും. കാരണം ഈ പട്ടിയുടെ ശരീരത്തിലെ ചൂട് തറയോട് വലിച്ചെടുത്തിട്ട് പിന്നെ തിരിച്ച് ഇത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ തറയോട് ചൂട് നിലനിർത്തുന്ന ഒരു സാധനം. അപ്പോൾ മനുഷ്യൻ നിന്നാലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് തണുപ്പ് ഒരിക്കലും കാലിലേക്ക് കയറാതിരിക്കാനും ഒക്കെ ഇത് സഹായകമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അപ്പോൾ ഉപയോഗിച്ച തടി വീണ്ടും ഉപയോഗിക്കുക. തടി എന്താണ് തടി? മരം എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് അതിലെ കാർബൺ ഘടകത്തെ മരത്തിൻ്റെ തടിയായിട്ട് തടിക്കുള്ളിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു മരം വെട്ടിയിട്ട് നമ്മൾ കത്തിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ കാർബൺ ഒരിക്കലും പുറത്തു പോവില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കാർബൺ ലോക്കിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്, കാർബൺ സീക്വസ്ട്രേഷൻ. അപ്പോൾ ഈ തരത്തിലുള്ള പഴയ മരങ്ങളെ നമ്മൾ കത്തിച്ച് കളയുക, ഉപയോഗശൂന്യമായിട്ട് കളയുക. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കതകും ജനലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം പണ്ട് വലിയ കനത്തിലാണ് ഇത് ചെയ്യുന്നത്, ഇപ്പം അത്രയും കനമൊന്നും ആവശ്യമില്ല. അങ്ങനെ പുനരുപയോഗത്തിലൂടെ നമുക്ക് ഒരുപാട് പ്രകൃതി സൗഹൃദമായി മാറാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ അളവ് കുറയ്ക്കുന്നതും ഒരു പരിധി 100% പരിസ്ഥിതി സൗഹൃദമല്ലെങ്കിലും പരിസ്ഥിതി സൗഹൃദമാണ്. കാരണം നമുക്ക് പുതിയ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഒരുപാട് കുറയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഈ വീടിൻ്റെ ആയുസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ അതെല്ലാവരും ഒന്ന് പുനർവിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളൊരു വീട് വെക്കുമ്പം ഒരു 100 വർഷം ഈ വീട് നിൽക്കണം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ വീട് വെക്കുന്നത്. പക്ഷേ ഞാൻ ഈ ശാസ്തമംഗലം വെള്ളയമ്പലം റോഡിൽ ഞാനിവിടെ വരുന്നത് 35 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലത്തേക്ക് പോകുമ്പോൾ മനോഹരമായ വീടുകൾ, തടിയും ഓടും കൊണ്ട് തീർത്ത ഒരുപാട് വീടുകൾ റോഡിൻ്റെ 2 വശത്തും ഉണ്ടായിരുന്നു. അത് കാണുന്നത് തന്നെ ഒരു രസമുള്ള കാഴ്ചയായിരുന്നു. ഒരു കേരളീയ ശൈലി എന്ന് പറയുന്നതൊക്കെ അവിടെ വ്യക്തമായിട്ട് കാണാമായിരുന്നു നമുക്ക്. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മൊത്തം റോഡിൽ ഒരു 3 കെട്ടിടമോ 4 കെട്ടിടമാണ് പഴയ കെട്ടിടങ്ങൾ അവശേഷിക്കുന്നത്. അതും എപ്പോൾ ഇനി പോകുമെന്നറിയില്ല. ഒരു വീട് മാത്രം ആളുകൾ വളരെ ശ്രദ്ധയോടെ 1-2 വീടുകൾ അവർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തന്നെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ മാറി കോൺക്രീറ്റ് പെട്ടികളായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത കെട്ടിടങ്ങൾ റോഡ് മുഴുവൻ വന്നു. അതെല്ലാം സ്കൈ സ്ക്രാപ്പേഴ്സാണ്, ആകാശം അമ്പര ചുംബികൾ എന്ന് നമ്മൾ പറയുന്ന ഇനമാണ്. അപ്പോൾ
അപ്പോൾ ഈ വീടുകൾ മാറിക്കൊണ്ട് ഇനി ഫ്ലാറ്റ് 100 വർഷത്തേക്ക് നിലനിൽക്കും, അതുമില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫ്ലാറ്റുകളും നമ്മൾ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുന്ന പോലെ പൊളിച്ച് മാറ്റി വേറെ പുതിയ പണിയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ ഒരു 30-40 വർഷത്തേക്കുള്ള കാര്യമാണ്. 30-40 വർഷത്തേക്കുള്ള കാര്യങ്ങൾക്ക് 30-40 വർഷത്തേക്കുള്ള ബലം പോരെ. പിന്നെ പ്രാദേശികമായ അവസ്ഥയെ ആശ്രയിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്കിവിടെ മണ്ണുകൊണ്ടൊരു വീട് വെക്കാൻ ഒക്കുകയില്ല. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇരിക്കുന്ന ഒരു വാട്ടർ ടാങ്കിൻ്റെ പുറത്താണ്. ഇത് ഞങ്ങളൊരു 3-4 വർഷം മുമ്പ് കെട്ടിയ വാട്ടർ ടാങ്കാണ്. തൊട്ടപ്പുറേ പുഴയ്ക്കപ്പുറേ വലിയ തോതിലുള്ള ക്വാറി പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ ക്വാറിയുടെ ഷോക്ക് മണ്ണിനടിയിൽ കൂടെ വരുന്നുണ്ട്. ഇവിടെ താണ്ട് ഒരു ടാങ്ക് മൊത്തമായിട്ട് 2ആയിട്ട് പൊട്ടി കഷ്ണമായിട്ട് മാറി. ഇപ്പോൾ ഞങ്ങളത് പൊളിച്ച് മാറ്റി അവിടെ വേറെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വേറെ അത്രയും ചിലവ് വരാത്ത തരത്തിലും അതേസമയം തന്നെ നിലനിൽക്കുന്ന തരത്തിലും വെള്ളം ശേഖരിക്കാനായിട്ട് വേറൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് പറയാൻ കാര്യം വെച്ചാൽ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവിടുത്തെ ക്വാറി പ്രവർത്തനം ഞാൻ വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ ഒക്കുന്നില്ല, അത് ശരിയല്ല. കാരണം അതുകൊണ്ടും 10-100 പേര് ജീവിക്കുന്നുണ്ട്. 10-30 വർഷമായിട്ട് അവിടെ നടന്നു വരുന്നൊരു സംഗതിയാണ്. ആളുകളെല്ലാം അവിടുന്ന് കല്ല് മേടിക്കുന്നുണ്ട്, അത് നടക്കുന്നത്. ഇവിടെ ആവശ്യക്കാരില്ലെങ്കിൽ ക്വാറി വേണ്ടി വരില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം കല്ല് മേടിക്കുന്നവരാണ്. പിന്നെ നമ്മൾ ക്വാറിയെ വലിയതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ന് പറയുന്ന പോലെ ഈ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. അതുപോലും ഇപ്പോൾ ഒരു 100% നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളോട് ഒരു തീവ്രവാദ സമീപനമാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ പരിസ്ഥിതി സൗഹൃദം, ഇങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ നമുക്ക് കുറേ റിസോഴ്സസും മറ്റും ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ മിനിയേച്ചർ മോഡലുകൾ ചെറിയ ചെറിയ സാധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു വലിയ ഇതുണ്ടാകുമ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങൾ മറിയുമെങ്കിൽ, പരിസ്ഥിതി കാര്യങ്ങൾ മറിയുമെങ്കിൽ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു വീട് തന്നെ 2-3 ചെറിയ, ഇപ്പോൾ 10-20 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു വീട് വെക്കുമ്പോൾ അതൊരു 5000-6000 സ്ക്വയർ ഫീറ്റുള്ള വീട് വെക്കുകയാണെങ്കിൽ അത് ഒറ്റ വീടായിട്ട് വെക്കുന്നതിന് പകരം 10-2000 ഇതുള്ള 2-3 വീടുകളായിട്ട് പറമ്പിൻ്റെ പല ഭാഗത്തായിട്ട് വെക്കുക, അതിനിടയ്ക്കും മരങ്ങളും ചെടികളും ഒക്കെ വെക്കുകയൊക്കെ ആണെങ്കിൽ അത് വേറൊരു അന്തരീക്ഷം തരും. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ആശയങ്ങളാണ്. ഇതൊന്നും ആരും സ്വീകരിക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ എൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കുന്നു. അതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും. പലരും പറയാൻ ധൈര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പറയാൻ മെനക്കെടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ പ്രകൃതിയും ചെടികളെയും പക്ഷികളെയൊക്കെ കുറേ കാലം കൂടി ഇവിടെ നിലനിർത്താൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പം തന്നെ, ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുമ്പം തന്നെ എൻ്റെ ചുറ്റും ചീവീടിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഇവിടെ നമ്മൾ മെറ്റൽ പൊടിക്കുന്ന ക്രഷിങ് സൗണ്ടായിരുന്നു ഇവിടെ മുഴുവനായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മാറ്റങ്ങളുണ്ടായത് കുറേ കാലം കൊണ്ട് നമ്മൾ ഉണ്ടായതാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നിലനിർത്താൻ, ഇപ്പോൾ നമ്മുടെ പറമ്പിൽ ചീവീടിനെ കൊണ്ടുവരാനും അല്ലെങ്കിൽ മറ്റേ തവളയുടെ കരച്ചിൽ വരാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു പ്രകൃതി സൗഹൃദ സമീപനം നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ലെങ്കിൽ പോലും ഭാഗികമായിട്ട് ചെയ്താൽ പോലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങളുടെയൊക്കെ താല്പര്യങ്ങളെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.